ഗെയ്സ്, ഞാൻ എൻ്റെ യാത്രക്കിടയിൽ ഇന്ന് കണ്ടുള്ള ഒരു കാഴ്ചയാണ് മനോഹരമായിട്ട്. നമ്മളെ പുഴയിൽ JCB ഇറക്കിയിട്ട് കംപ്ലീറ്റ് അടിയിലുള്ള ചെളിയൊക്കെ നീക്കം ചെയ്ത് അവിടെ പുഴ നിരപ്പാക്കുകയാണ്. ഇനി ഇവിടെ ബോട്ട് സർവീസൊക്കെ തുടങ്ങാനുള്ള പ്ലാനാണ്. 2 JCB ഒരേ സമയം നിന്ന് ഒരു റെസ്റ്റും ഇല്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്തായിട്ട് ടൂറിസം വകുപ്പിൻ്റെ ബോട്ട് ജെട്ടി കാണുന്നുണ്ട്. അതിൽ 2 ബോട്ട് നിൽക്കുന്നതും കാണാം. നമ്മളെ പുഴയോരം മനോഹരമായിട്ട് കിടക്കുകയാണ്. ഇപ്പുറത്തെ സൈഡ് സ്റ്റേഡിയമാണ്. ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലേക്കാണ് അവിടുന്ന് വാരുന്ന ചെളി ഇടുന്നത്. അതിനടുത്ത് JCB കിടന്ന് അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് പുഴയിൽ നല്ല തിരമാല അടിക്കുന്ന പോലെ കരയിലോട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈഡിലൂടെ റോഡാണ്. റോഡിലൂടെ വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ട്. അതിൽ പോകുന്ന യാത്രക്കാരൊക്കെ ഭയങ്കര ആശ്ചര്യത്തിൽ ഈ ഒരു കാഴ്ച കണ്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആലോചിച്ചത്, ഈ പുഴയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല മത്സ്യമുള്ള മീനുള്ള ഒരു പുഴയാണിത്. ഒരുപാട് ആളുകൾ വലയിട്ട് മീനൊക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ ഈ JCB കൊണ്ട് കോരുന്ന ഇതിൽ ചെളിയിൽ മീൻ അകപ്പെടില്ലെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്നു. മീനൊക്കെ അവർ കോരിയിടുന്നതിൽ വീഴുന്നുണ്ടോ നോക്കിയിട്ട്. പക്ഷേ എനിക്കറിയാതെ അവിടെ നിന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇളകുന്ന സമയത്ത് തന്നെ മീൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവും. കുറച്ചപ്പുറത്ത് ഒരു 2 കുട്ടികളും കൂടി നിന്നിട്ട് ചൂണ്ട ഇടുന്നുണ്ട്. അങ്ങനെ JCB കൊണ്ട് ഈ വാരുന്ന സ്ഥലങ്ങളൊക്കെ ഫുള്ള് നല്ല ചെളി കൊണ്ട് കലക്കായിട്ടുണ്ട് വെള്ളം. ഈ കലക്കിൽ ശരിക്കും മത്സ്യം പൊന്തി വരുന്നത് നമ്മൾ പാടത്തൊക്കെയാണെന്ന് കാണാം. പക്ഷെ ഇവിടെ അളവിൽ കൂടുതൽ വെള്ളം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ വേനൽക്കാലമാണെന്നുണ്ടെങ്കിലും നല്ല വെള്ളമുള്ള പുഴയാണ്. ഇതേറെ ഭാരതപ്പുഴയോട് ചേരുന്നതാണ്. അതേപോലെ അറബിക്കടലിലോട്ട് ചെന്ന് പതിക്കുന്നുമുണ്ട്. 2 JCBയും നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ താഴെ കൂടുതൽ ആഴമുള്ള ഭാഗങ്ങളിലേക്ക് കുന്നായി കിടക്കുന്ന ഭാഗത്തിനുള്ള മണ്ണ് കോരിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പുറം സ്റ്റേഡിയമാണ്. സ്റ്റേഡിയമൊക്കെ നല്ല ഉച്ച സമയമായതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ്. കുറേ ആളുകൾ വാഹനങ്ങൾ നിർത്തിയിട്ട് മനോഹരമായിട്ടുള്ള ഈ കാഴ്ച കാണുന്നുണ്ട് കേട്ടോ. ഞാനവിടെ മത്സ്യങ്ങളെ കാണാൻ കാത്തിരുന്ന പോലെ കുറച്ച് കൊക്കുകൾ മത്സ്യങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു മീൻ പോലും ഇവർ കോരുന്നതിലൊന്നും ഞാൻ കണ്ടില്ല. കോരുന്നതിൽ ഒരിക്കലും പെടാൻ സാധ്യതയില്ല. കാരണം അത് കലക്ക് വെള്ളത്തിൽ ഇത് ഇളകുന്ന സമയത്ത് തന്നെ അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോവും. ഓരോ JCBയും കോരിയിട്ട് അവർക്ക് ആദ്യം ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് കുറച്ച് താഴ്ചയുള്ള ഭാഗം കണ്ടെത്തി ആ ഭാഗത്താണ് ഈ മണ്ണിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. 2 JCB ഒരേ സമയം കറങ്ങുന്നുണ്ട്. അവ കോരിയെടുക്കുന്നു, മണ്ണിടുന്നതും ഒരേ സമയത്ത് തന്നെയാണ്. അവയ്ക്കിടയിലൂടെ ഇതേപോലെ കൊക്കുകൾ പാറി പറക്കുന്നുണ്ട്. അപ്പുറത്തുകൂടി റോഡിൽ ബസ്സുകൾ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാം. കുറച്ച് ദൂരെയായിട്ട് അപ്പുറത്ത് റെയിൽവേ പാലത്തിലൂടെ ഒരു ട്രെയിൻ കടന്നു പോകുന്ന മനോഹരമായ കാഴ്ച കാണുന്നു. വെയിറ്റ് കുറഞ്ഞുള്ള ഷീറ്റ് കൊണ്ടാണ് ഇതിൻ്റെ പ്രതലം ഉണ്ടാക്കി. എല്ലാ പ്രതലത്തിലാണ് JCB നിൽക്കുന്നത്. മറ്റേ ഇത്രയും വെയിറ്റുള്ള JCB പുഴയ്ക്ക് മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പലയിടത്തും ഇതേപോലെ കുളവാഴ, പായൽ, പുല്ല് മറ്റൊക്കെ പുഴയിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ KTDC ഒക്കെ ടൂറിസം വകുപ്പിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ബോട്ട് സർവീസും മറ്റും തുടങ്ങാൻ വേണ്ടി പുഴ വൃത്തിയാക്കുന്നിടത്തും ഇങ്ങനെ കാണാം. ഇത് മലപ്പുറത്തു നിന്നുള്ള കാഴ്ച.